2025 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരം. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ബംഗ്ലാദേശ്. ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായ ക്ലോഡിയ ഷെയ്മോം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് നിയമിതയായത്? മെക്സിക്കോ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് ലക്ഷ്യമിട്ട് നടത്തുന്ന ഭിന്നശേഷി സർഗോത്സവം സവിശേഷ. 2026 എത്ര പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്? 131. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പുകയില ഉൽപ്പന്നങ്ങളുടെ നിലവിലെ ഇന്ത്യയിലെ GST 40%. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഛത്തീസ്ഗഡ്. 2025 മെയ്യിൽ അന്തരിച്ച സാമൂഹിക സാക്ഷരതാ പ്രവർത്തകൻ KP റാബിയയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട്. സ്കൈറോട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. ഇന്ത്യയുടെ 99ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ച ശേഖാജിൽ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. 2026 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ. സ്വന്തമായി ഉപഗ്രഹം നിക്ഷേപിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വില്ലേജായി പ്രഖ്യാപിക്കപ്പെട്ടത് മൊതേര ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരസഭ വർക്കല. 2026 നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ടേബിൾ ടെന്നീസ് താരം മണിക ബത്ര.